നമസ്കാരം. നമ്മൾ സോൾ മാസ്റ്ററിയെ കുറിച്ചുള്ള ടോപ്പിക്സ് കേൾക്കുമ്പോൾ ആൾക്കാർക്ക് പലർക്കും ടോപ്പിക്സ് പരിചയമില്ല എന്ന് സംസാരിക്കാറുണ്ട്. സോൾ മാസ്റ്ററി ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ ഞാനിപ്പോൾ ഈ സംസാരിക്കുന്ന വീഡിയോ കംപ്ലീറ്റ്ലി കാണണം, ലാസ്റ്റ് വരെ കാണണം. ചിലപ്പം ഒന്ന് റീകോഡ് എടുക്കണം. കാരണം നമ്മൾ മൈൻഡിനെ കുറിച്ച് എൻ്റെ ഓഡിയൻസ് നല്ലതുപോലെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ സോളിൻ്റെ ആസ്പെക്റ്റിൽ വരുമ്പോഴത്തേക്കും കുറച്ചുകൂടെ വിഭിന്നമാണ്. നമ്മൾ മാക്സിമം ആത്മാവ്, സോള്, ഇങ്ങനെയുള്ള ഡ്രീം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളൂ. ഇതിനകത്ത് ഞാൻ പഠിപ്പിക്കുന്നത് ഒരു പർട്ടിക്കുലർ റിലീജിയനെ ബേസ് ചെയ്തിട്ടല്ല, ഒരു ട്രാൻസ് റിലീജിയനാണ്. എല്ലാ റിലീജിയനകത്തുനിന്നും കിട്ടുന്ന സോളിനെ കുറിച്ചുള്ള ഭാഗങ്ങൾ, അതിൻ്റെ മുകളിൽ സ്പിരിച്വൽ സയൻറ്റിസ്റ്റ്സ് നല്ലപോലെ ഗവേഷണ നിരീക്ഷണങ്ങൾ നടത്തിയിട്ടുള്ള ഏരിയയാണ്. അപ്പം ഇതിനകത്ത് ആദ്യമായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഫിലോസഫി ഓഫ് ഓൾ റിലീജിയൻസ്. എല്ലാ റിലീജിയനും അതിൻ്റെ പ്രാക്ടീസ് അങ്ങെടുത്ത് മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫിലോസഫിയുണ്ട്. അപ്പോൾ ആ ഫിലോസഫിയുടെ കോർ നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ പിന്നെ മറ്റൊരു ടോപ്പിക്ക് വരുന്നത് കോർ റിലീജിയസ് പ്രിൻസിപ്പിൾസ് ലൈക്ക് വേദാസ്, അതിൻ്റെ കോർ ഏരിയ. അതിനകത്ത് സാൻസ്ക്രിറ്റ് അങ്ങനൊന്നുമല്ല, നമുക്കതിൻ്റെ അകത്ത് നമുക്ക് ഏറ്റവും ഉപയോഗമുള്ള ഭാഗങ്ങൾ ഏതൊക്കെയാണ്? ബൈബിൾ, ഖുർആൻ ആൻഡ് ബുദ്ധിസ്റ്റ് ടീച്ചിങ്സ്. ഇതിനകത്തൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. അതുപോലെ തന്നെ ഫിലോസഫീസ് കോർ ഐഡിയ അബൌട്ട് സോള്. പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സബ്ജക്റ്റ് ഈ ഏൻഷ്യൻ്റ് ഇന്ത്യൻ തിയറി ഓഫ് മൈൻഡ്. അതിനകത്ത് ഏതാണ്ട് ഒരു 6000 വർഷങ്ങൾക്ക് ഉള്ള പഴക്കമെങ്കിലും ഉണ്ട് ഇന്ത്യൻ മൈൻഡ് എന്ന് പറയുമ്പോഴത്തേക്കും. വേദിക് മൈൻഡ് എന്നൊക്കെ പറയാം. അതുപോലെ തന്നെ കർമ്മ ആൻഡ് ലൈഫ് പ്രിൻസിപ്പിൾസ്, ഇതൊക്കെ അതിനകത്ത് വരുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഹിന്ദു റിലീജിയനോ ക്രിസ്ത്യാനിറ്റിയോ ഇസ്ലാമോ ഒന്നിൻ്റെ പ്രാക്ടീസസ് ഇല്ല. ഇതിൻ്റെ എല്ലാം അകത്ത് വരുന്ന ഫിലോസഫിക്കൽ ഏരിയ, നോളജ്, വിസ്ഡം, ആ ഏരിയയാണ് നമ്മൾ ഇതിനകത്ത് ഡീൽ ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ ലെവൽസ് ഓഫ് കോൺഷ്യസ്നസ്, അതിനകത്ത് നമ്മൾ വരുമ്പോൾ സോളിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇതാണല്ലോ കോൺഷ്യസ്നസ് ആണല്ലോ. അപ്പോൾ ലെവൽസ് ഓഫ് അവയർനെസ് എന്ന് വേണം എടുക്കാം. അപ്പോൾ ഒരു ആളെ സംബന്ധിച്ചിടത്തോളം നെല്ലിക്കാട് അവയർനെസ് ഉള്ള ആൾ കാണും, മറ്റൊരാൾക്കെന്ന് പറഞ്ഞൊരു ഓറഞ്ചിൻ്റെ അവയർനെസ് കാണും, മറ്റൊരാൾക്കൊരു പൊതിക്കാത്ത തേങ്ങയുടെ വലിപ്പം, ഒരു ചക്കയുടെ വലിപ്പമായിരിക്കും, മറ്റൊരാളിൻ്റെ ചിലപ്പോൾ ഒരു വീടിൻ്റെ വലിപ്പമുള്ള അവയർനെസ് ആയിരിക്കും, അല്ലെങ്കിൽ ഒരു രാജ്യത്തിൻ്റെ വലിപ്പം വരുന്ന അവയർനെസ് ആയിരിക്കും. വളരെ റയർ ഓഫ് ദ റയറസ്റ്റ്. അപ്പോൾ ലെവൽസ് ഓഫ് അവയർനെസ് ആൻഡ് സ്പിരിച്വൽ കോൺഷ്യസ്നസ്, ബോധത്തിൻ്റെ ആ ഒരു തലം. പിന്നെ അവൈക്കനിങ് കോൺഷ്യസ്നസ് വേറൊരു ടോപ്പിക്കാണ്. അവൈക്കനിങ് കോൺഷ്യസ്നസ് ഒക്കെ ഈ പറഞ്ഞേക്കുന്ന 3 ടോപ്പിക്സ് ഭയങ്കര, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു 60-70 വയസ്സ് വരെ നമുക്ക് ജീവിച്ചാൽ കിട്ടാവുന്ന നോളജിൻ്റെ ഈ ഒരു മേഖലയുള്ള വിസ്ഡത്തിൻ്റെ എത്രയോ ഇരട്ടിയാണ്. അപ്പോൾ നമ്മൾ എല്ലാ റിലീജിയനും അന്ന് ഈ സയൻറ്റിസ്റ്റുകൾ ഗവേഷണം നടത്തി നിരീക്ഷണം നടത്തിയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സോൾ വിസ്ഡം ഇൻ റിലീജിയൻസ്, അടുത്ത ടോപ്പിക്ക്. അപ്പം ആത്മാവിൻ്റെ ജ്ഞാനം എന്താണ്? അതുപോലെ തന്നെ ലൈഫ് ആഫ്റ്റർ ഡെത്ത്. അത് ചുമ്മാ അങ്ങനെ പറഞ്ഞാൽ പറ്റൂല, ഊഹാപോഹങ്ങളല്ല. അതിനെക്കുറിച്ച് നടത്തിയിട്ടുള്ള പഠനങ്ങൾ എന്തൊക്കെയാണോ, പഠനത്തിൽ നമുക്കത് വ്യക്തമായിട്ടുള്ള സയൻറ്റിഫിക് നിരീക്ഷണങ്ങളാണ്. ആൻഡ് വാട്ട് ഹാപ്പൻസ് ടു ദ അവയർനെസ് വെൻ വി ഡൈ. നമ്മൾ മരിക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ള ബോധത്തിന് എന്ത് സംഭവിക്കുന്നു. ഇനി അടുത്ത ടോപ്പിക്കാണ് ഇമ്മോർട്ടാലിറ്റി ഓഫ് ദ സോൾസ്. ഓക്കെ, നമ്മളോട് കൂടി അവസാനിക്കുകയാണോ, അത് എക്കാലവും നിലനിന്ന് പോവുകയാണോ? അതുപോലെ മറ്റൊരു ഇതാണ് ഹീൽ യുവർ മൈൻഡ് ആൻഡ് ബോഡി. അപ്പം മനസ്സും ശരീരവും സോളിൻ്റെ ശക്തി കൊണ്ട് എങ്ങനെയാണ് നമുക്ക് ഹീൽ ചെയ്യാനായിട്ട് പറ്റുക. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു സബ്ജക്റ്റാണ് മെറ്റാഫിസിക്കൽ റീസൺസ് ഫോർ ഇൽനെസ്. അതേപോലെ ഹെൽത്തി ചക്ര ആൻഡ് എനർജി അലൈൻമെൻറ്റ്. മറ്റൊരു ബിഗ് സബ്ജക്റ്റാണ് സോൾ പർപ്പസ് ഡിസ്കവറി. പലപ്പോഴും നമുക്കുണ്ടാകുന്ന ലൈഫിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇപ്പോൾ നമ്മൾ കൊച്ചിയിൽ നിന്നും നമ്മൾ ചെന്നൈയിലേക്ക് പോകാനായിട്ട് പുറപ്പെട്ടു. പോകേണ്ട സ്ഥലം ചെന്നൈയാണ്, പക്ഷേ നമ്മൾ ഇടതിരിഞ്ഞ് ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ബാംഗ്ലൂർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ എത്രമാത്രം അകന്നു പോകുന്നു അത്രയും ഡിഫിക്കൽട്ടീസ് പിന്നെ നേരിടേണ്ടതായിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ പല ആൾക്കാരും നേരിടുന്ന പ്രശ്നത്തിൻ്റെ എല്ലാം കാര്യം സോൾ പർപ്പസിൽ നിന്നും വ്യത്യസ്തമായി മാറിപ്പോവുക എന്നുള്ളതാണ് സോൾ ഡിസ്കവറി. സോൾ പർപ്പസ് ഡിസ്കവറി എന്ന് പറയുന്നത് വളരെ ഒരുപാട് മെഡിറ്റേഷനിൽ കൂടെയൊക്കെയാണ് നമ്മൾ ആ ഡിസ്കവറി നടത്തുന്നത്. ഇനി ഫിലോസഫിക്കൽ ടീച്ചിങ്സ് ആൻഡ് റിലീജിയസ് സിസ്റ്റംസ് മറ്റൊരു ടോപ്പിക്കാണ്. അതുപോലെ തന്നെ മോഡേൺ അപ്രോച്ചസിലേക്ക്
ഇൻഡെപ്ത് സൈക്കോളജി, പോസിറ്റീവ് സൈക്കോളജി, ട്രാൻസ്പേഴ്സണൽ സൈക്കോളജി. അതാണ് സൈക്കോളജി ഒരു ഇന്നർ വിഷനെ കുറിച്ചും ഇൻഡ്യൂഷനെ കുറിച്ചും ഡിവൈൻ കണക്ഷനെ കുറിച്ചൊക്കെ കൂടുതൽ സംസാരിക്കുന്നത് ട്രാൻസ്പേഴ്സണൽ സൈക്കോളജിയാണ്. പിന്നെ അതിൻ്റെ കൂടെ വരുന്ന പ്രാക്ടിക്കൽ മെത്തേഡ്സ് ഒരുപാടുണ്ട്. ലൈഫ് തീം എക്സ്ട്രാക്ഷൻ, നമ്മൾ ഏതിലേക്കാണ് പോകേണ്ടത്, എവിടെയാണ് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് നമുക്ക് തന്നെ ഒരു കൃത്യമായ ധാരണ ഈ പ്രോഗ്രാം. ഈ പ്രോഗ്രാം നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങളുടെയൊക്കെ എനർജി എല്ലാം ചെക്ക് ചെയ്ത് നിങ്ങളുടെ ബുക്കിനകത്ത് തന്നെ എഴുതും. അതിനുശേഷം നിങ്ങൾ ആ ചെക്ക് ചെയ്യുന്ന രീതിയൊക്കെ നിങ്ങൾ തന്നെ പഠിക്കും. അതിനുശേഷവും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ തന്നെ നമുക്ക് വീണ്ടും ചെക്ക് ചെയ്തിട്ട് കൃത്യമായിട്ട് 100% ബോധ്യപ്പെട്ടിട്ട് പോകാൻ നിങ്ങൾക്ക് എന്തുമാത്രം മാറ്റമുണ്ടാകുന്നു. ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടുള്ള പ്രോഗ്രാമുകളിൽ ഏറ്റവും ഹയസ്റ്റ് ട്രാൻസ്ഫോർമേഷൻ വരാൻ പറ്റിയതാണ് ഈ ഒരു കാര്യം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിൻ്റെ ടൈം ലൈൻ മാപ്പിങ്, അതുപോലെ തന്നെ ഇക്കിഗായി ഫ്രെയിം വർക്ക്. അപ്പം നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥവും ഉദ്ദേശവും കണ്ടെത്താനുള്ളൊരു മാതൃകയാണ് ഇക്കിഗായി മാപ്പിംഗ് എന്ന് പറയും, വലിയ ഫ്രെയിം വർക്ക് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഇതാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എന്ന് പറഞ്ഞൊരു തെറാപ്പി സംഭവമുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ഗർഭസ്ഥ അവസ്ഥ വരെ പോയതിന് ശേഷം വീണ്ടും പുറത്തേക്ക് പോയി നമ്മൾ ജനിക്കുന്നതിന് മുമ്പുള്ള ഏതെങ്കിലും കോൺഷ്യസ്നസ്സുമായിട്ട് കണക്റ്റഡ് ആണോ എന്ന് ചെക്ക് ചെയ്യുന്നതാണ്. ഇതിനെക്കുറിച്ചും നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുണ്ടായിരിക്കാം, ഇല്ലാത്തവരുണ്ടാക്കാം. പക്ഷേ ഇപ്പോൾ സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റും ഗ്ലോബലി ഉള്ള ഒരുപാട് പേര് എടുത്തിരിക്കുന്ന ഒരു വലിയ തീമാണിത്. ഇതിനെക്കുറിച്ച് ഒരുപാട് പഠനങ്ങളുണ്ട്. ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെക്കുറിച്ചുള്ള റിസർച്ചസിനെ കുറിച്ചൊക്കെ പറയാം. ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ യൂണിവേഴ്സിറ്റീസ് അടുത്ത കാലത്ത് ഈവൻറ്റ് 1 വർഷം മുമ്പ് 2 വർഷം മുമ്പൊക്കെ നടത്തി കൺക്ലൂഡ് ചെയ്തിട്ടുള്ള പഠനങ്ങൾ. പിന്നെ അതുപോലെ തന്നെ ആകാശിക് റെക്കോർഡ്സ്. നമുക്ക് ആ വാക്ക് കേൾക്കുമ്പം നമുക്കറിയാം ഇതെല്ലാം അറിയാമെന്നുള്ളത്. അങ്ങനെയല്ല. കോൺഷ്യസ് മൈൻഡ്, നമുക്ക് കിട്ടുന്ന കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അതുകൂടാതെ നമുക്കൊരു കോസ്മിക് കോൺഷ്യസ് ഉണ്ട്. നമ്മളിൽ നിന്നും ഒരു കോസ്മിക് കോൺഷ്യസിലേക്ക് നമ്മൾ കടക്കുമ്പോൾ, അപ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിനകത്ത് ഇല്ലെങ്കിൽ ജിമെയിലിനകത്ത് ഒരു ഡ്രൈവ് ഉണ്ട്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ ഒരു ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങിനകത്തൊരു സ്പേസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിലേക്ക് പോവുകയാണ്. അതല്ലെങ്കിൽ നമുക്ക് എക്സാമ്പിളായിട്ട് പറയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നെറ്റ്ഫ്ലിക്സ് എടുക്കാം. അപ്പോൾ ഒരു കോസ്മിക് നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ, പ്രപഞ്ചത്തിൻ്റെ ഒരു നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് അതിനെക്കുറിച്ച് അറിയാവുന്ന ആശയങ്ങൾ ഇല്ലേ വേണ്ട ആവശ്യങ്ങൾ കണ്ടെത്തുന്നതിനാണ്. അപ്പം ദീപക് ചോപ്ര കൊടുത്തൊരു പേരാണ് ഈ ആകാശിക് റെക്കോർഡ്സ്. നമുക്ക് അതിലേക്ക് പോയി നമ്മുടെ കാര്യങ്ങളും നമ്മളുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഇംപ്രഷൻസും ഈ പ്രപഞ്ച മനസ്സെന്ന് വേണേൽ പറയാം. നിങ്ങൾക്ക് ഈ ആകാശിക് റെക്കോർഡ്സിന് വേറൊരു പേര് ഞാൻ പറഞ്ഞു, കോസ്മിക് നെറ്റ്ഫ്ലിക്സ് എന്ന് പറഞ്ഞു, സിനിമകൾ കാണുന്നതെന്ന് പറഞ്ഞ പോലെ ഒരു പ്രപഞ്ച മനസ്സെന്ന് വേണേൽ എടുക്കാം. അതിനകത്ത് നമുക്ക് എടുക്കാൻ കഴിയുന്ന കാര്യങ്ങൾ, അതിന് ചെയ്യുന്ന മെഡിറ്റേഷൻസ്. പിന്നെ സോൾ സിംബൽ മെഡിറ്റേഷൻസ് ഇതിൻ്റെ ഒരു ഭാഗമായിട്ട് 4 ദിവസമാണ് ഈ പ്രോഗ്രാം. 4 ദിവസവും നിറയെ മെഡിറ്റേഷൻസ് ഉണ്ടാവും. നിങ്ങൾ ഇതിനെക്കുറിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ഇത് മുഴുവൻ കണ്ട് ബോധ്യമായതിനു ശേഷം ഒരു മൈൻഡ് മാസ്റ്ററിയും കൂടെ അറ്റൻഡ് ചെയ്തിട്ട് വേണം വരാനായിട്ട്. കാരണം മൈൻഡ് മാസ്റ്ററിക്കകത്തുള്ള കാര്യം ഒരിക്കലും എടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് ആ തീരുമാനം എടുക്കുന്നെങ്കിലും ഇ ലേണിങ്ങിനകത്ത് കയറി മൈൻഡ് മാസ്റ്റർ ഫുള്ളായിട്ട് അറ്റൻഡ് ചെയ്തിട്ട് വേണം ഇതിനകത്തോട്ട് വരാനായിട്ട്. പിന്നെ അതുപോലെ തന്നെ സോൾ കൗൺസിൽ മെഡിറ്റേഷൻ. അപ്പോൾ നമുക്ക് നമ്മുടെ ആത്മാവിന് തന്നെ ഒരു ടീച്ചറുണ്ടോ, കമ്പാനിയൻ ഉണ്ടോ, ഒരു കാർമിക് മിററുണ്ടോ. അതുപോലെ തന്നെ കോസ്മിക് എഗ്രിമെൻ്റ് എക്സ്പ്ലോറേഷൻ. അപ്പോൾ ഒരു സോള് ഈ പറഞ്ഞ ലോകത്തേക്ക് വരികയാണെങ്കിൽ അതിന് മുമ്പ് എന്തെങ്കിലും ഒരു പർപ്പസ് ഡിസൈഡ് ചെയ്തിട്ടുണ്ടോ, ആ പർപ്പസ് എന്താണ്, ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സ്പിരിച്വൽ ഹീലിംഗ് നടക്കും. എനർജി വർക്ക് നന്നായിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് തന്നെ നമ്മൾ പഠനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ക്രിസ്ത്യൻ മിസ്റ്റിസിസം നമ്മൾ അതിൻ്റെ റൂട്ടായിട്ട് പഠിക്കേണ്ടതുണ്ട്. സൂഫിസം, ഇസ്ലാമിക് ഇതിനകത്ത് തന്നെ സൂഫിസം മെഡിറ്റേഷനിൽ കൂടെയൊക്കെ വരുന്നൊരു വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. പിന്നെ വേദിക് ധർമ്മ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, കാര്യമായിട്ട് പഠിക്കേണ്ടതുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ കോഡ് കട്ടിങ് റിച്വൽസ് ആൻഡ് കാർമിക് റിലീസ് എന്ന് പറയും. ചിലപ്പോൾ നമ്മൾ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേ ബി ഒരു പാസ്റ്റ് കാർമിക് ഡെറ്റിൻ്റെ ഭാഗമായിട്ടായിരിക്കും. അതെങ്ങനെ നമുക്ക് റിലീസ് ചെയ്യാനായിട്ട് പറ്റും. ഇനി സൗണ്ട് ബാത്ത് ഫോർ സോൾ അലൈൻമെൻറ്റ് എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്. മറ്റൊരു സബ്ജക്റ്റാണ് സോൾ ലെവൽ ഹീലിംഗ്. അപ്പം അത് നമ്മൾ സോളിനെ മാപ്പ് ചെയ്യുന്നതിന് മുമ്പ് സോളിൻ്റെ ലെവലിൽ ഹീലിംഗ് ചെയ്യാനായിട്ട്. അതിൻ്റെ കൂടെ നമ്മൾ ആ ചക്ര ആക്ടിവേഷനൊക്കെ ഉണ്ടെങ്കിൽ അതും ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഏൻഷ്യൻ്റ് ട്രഡീഷൻസ് ഓഫ് ബുദ്ധിസം
ടാവോയിസം ആൻഡ് മിസ്റ്റിക് ക്രിസ്ത്യാനിറ്റി ആൻഡ് സൂഫിസം. അതിൻ്റെ ഒരു നമ്മൾ പ്രാക്ടീസിൻ്റെ ലെവലല്ല, ഫിലോസഫിക്കൽ ലെവലിൽ നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ട് ഇതെല്ലാം ഒന്നിൽ നിന്ന് വരുന്നതാണല്ലോ നമുക്കൊരു തോന്നൽ അപ്പോൾ തന്നെ ഉണ്ടാകും. പിന്നെ അതുപോലെ തന്നെ സോൾ കോൺട്രാക്റ്റ് മെഡിറ്റേഷൻ ആൻഡ് സോൾ പർപ്പസ് മാപ്പിംഗ് മെഡിറ്റേഷൻ ആൻഡ് ക്വാണ്ടം സോൾ മെഡിറ്റേഷൻ ആൻഡ് ഇൻറ്റ്യൂഷൻ ഡെവലപ്മെൻ്റ് ഒക്കെ ഇതിൻ്റെ ഭാഗമാണ്. അപ്പോൾ ഏൻഷ്യൻ്റ് സിസ്റ്റംസ് ലൈക്ക് കബാല, ഷാമനിക് ട്രഡീഷൻസ്, അപ്പോൾ യഹൂദ മതത്തിലെ ഒരു രഹസ്യമായ ദൈവജ്ഞാനം, ഒരു ആത്മീയ വിജ്ഞാനം എന്നൊക്കെ പറയുന്ന ട്രീ ഓഫ് ലൈഫ് എന്നൊക്കെ പറയുന്നതാണ് കബാല. ഓക്കെ, അതുപോലെ തന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് ഇൻറ്റ്യൂഷൻ ട്രെയിനിങ്, ഇൻറ്റ്യൂറ്റീവ് ജേർണലിംഗ്, റിമോട്ട് വ്യൂയിങ്. അപ്പോൾ പലപ്പോഴും നമ്മളത് പത്രക്കാരെഴുതിയേക്കുന്നതല്ല, അവർ അതിന് മാത്രമേ പഠിച്ചിട്ടുള്ളൂ. റിമോട്ട് വ്യൂയിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ ശരീരം ഇവിടെ വെച്ചിട്ട് നമ്മൾ സബ് കോൺഷ്യസ് മൈൻഡ് കൊണ്ട് മറ്റൊരു രാജ്യമോ പ്ലേസോ വിസിറ്റ് ചെയ്ത് അവിടെ കണ്ട കാര്യങ്ങൾ റിയലിസ്റ്റിക് ആണെന്ന് നമ്മൾ ഫോണിൽ കൂടെയൊക്കെ വിളിച്ച് ബോധ്യപ്പെടുക എന്നുള്ളതാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ ആകാശിക് റെക്കോർഡ്സിൻ്റെ ആക്സസ് ആൻഡ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ആൻഡ് ഹിസ്റ്റോറിക്കൽ റൂട്ട്സ്. അതിനകത്ത് തന്നെ ഈജിപ്ഷ്യൻ മിസ്റ്റിസിസം, ടിബറ്റൻ ബുദ്ധിസം, അതുപോലെ പ്ലേറ്റോ, അതുപോലെ തന്നെ തെറാപ്യൂട്ടിക് മെത്തേഡ്സ്, ഹിപ്നോതെറാപ്പി, ക്വാണ്ടം ഹീലിംഗ് ആൻഡ് ഗൈഡഡ് മെഡിറ്റേഷൻ എല്ലാം അതിനകത്ത് വരും. സോൾ ജേർണി, ആസ്ട്രൽ ട്രാവൽ, അതുപോലെ തന്നെ ബ്രെത്ത് വർക്ക് ഫോർ സ്പിരിച്വൽ അവേക്കനിങ്, ആകാശിക് റെക്കോർഡ്സ്, എക്സ്പ്ലോറേഷൻ നമുക്ക് ഇൻ ഫ്യൂച്ചറിലേക്ക് വേണ്ടുന്ന. ഇപ്പോൾ ഫ്യൂച്ചർ പ്രോഗ്രഷൻ എന്നൊക്കെ പറഞ്ഞതിനകത്ത് ഏരിയയുണ്ട്. ഇനി നമുക്ക് 5 years ഫ്രം നൗ വെയർ ഐ വിൽ ബി, എൻ്റെ ജീവിതം എവിടെ ആയിരിക്കും, 10 years ഫ്രം നൗ. അതുപോലെ തന്നെ കാർമിക് ഹീലിംഗ്, ഹിന്ദു ആൻഡ് ബുദ്ധിസ്റ്റ് കർമ്മ, ടാവോയിസ്റ്റ്, ഊവി ആൻഡ് കബാലിക് ടിക്കൂസം. അപ്പോൾ ഇവിടെ ഒരു കാർമിക് കോഡ് കട്ടിങ് ഞാൻ പറയുന്നു, അതോടുകൂടി നമുക്ക് റിലീസ് ചെയ്യാം ഒരു സോൾ കോൺട്രാക്റ്റ് ലൈഫ് ലെസനുമായിട്ട് ചേർന്ന്. കാർമിക് ഡെറ്റൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതെങ്ങനെയാണ് റിലീസ് ചെയ്യുക. കർമ്മ ക്യാൻ ബി ബേൺഡ് ഇൻ ദ ഫയർ ഓഫ് വിസ്ഡം എന്ന് പറയുന്ന ഭാഗമായിട്ട്. അപ്പോൾ നമുക്ക് ഓസ് ഉണ്ടോ, കോൺട്രാക്റ്റ് റിവ്യൂസ് ചെയ്യേണ്ടതുണ്ടോ, റീറൈറ്റ് ചെയ്യേണ്ടതുണ്ടോ, ലൈറ്റ് ബോഡി ആക്ടിവേഷൻ. അപ്പോൾ അതിനകത്ത് ഈ മെർബാൻ എന്ന് പറയും. മെർബാനകത്ത് ഒരു ഉയർന്ന ആത്മീയ ലോകത്തേക്ക് നമ്മൾ ട്രാൻസെൻഡ് ചെയ്യുന്ന ഊർജ പ്രവാഹത്തെ സൂചിപ്പിക്കുന്ന ഒരിതാണ്. അതിൻ്റെ സ്പിരിച്വൽ കൗൺസിലിംഗ്, അതേപോലെ തന്നെ ഒരു ഇന്നർ ജേണി, ലൈഫ് ബ്ലൂ പ്രിൻ്റ്, ആർക്കിടൈപ്പ് അലൈൻമെൻറ്റ്, മാനിഫെസ്റ്റേഷൻ പ്രാക്ടീസസ്. അതുപോലെ തന്നെ ഹിന്ദു ഇത് നോക്കുകയാണെങ്കിൽ ധർമ്മ ആൻഡ് കബാലിസ്റ്റിക് ടിക്കും ഓലം, ടാവോയിസ്റ്റ്. അപ്പോൾ ഇവിടെ ഈ ടിക്കു പറയുമ്പോഴത്തേക്ക്, കബാലക് ടിക്കു എന്ന് പറയുമ്പോഴത്തേക്ക് ലോകത്തെ ദൈവികമായും ആത്മീയമായും ഒരു പരിഷ്കരിച്ച സൃഷ്ടിയുടെ പൂർണ്ണതയിലേക്ക് നമ്മൾ എത്തിക്കുക, ഇതാണ് ടിക്കൂൺ എന്ന് പറയുന്നത്. അപ്പോൾ അതൊരു പരിഷ്കാരം, പുനർസ്ഥാപിക്കുക, അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നൊക്കെ പറയാം. ഓലം എന്ന് പറയുമ്പോൾ നമ്മൾ സൃഷ്ടി ഇല്ലെങ്കിൽ നമ്മുടെ അസ്തിത്വം എന്നൊക്കെ പറയാം. ഈ വൂ വെയ് എന്ന് നമ്മൾ ഇതിൽ പറയുമ്പോൾ, ടാവോയിസത്തിൽ പറയുമ്പോൾ വൂ വെയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ശ്രമരഹിത പ്രവർത്തനം, ഒരു സ്വാഭാവിക സഹജമായ പ്രവാഹത്തിലൂടെ ജീവിച്ചു പോവുക. അപ്പോൾ നമ്മൾ ഒഴുക്കിനെതിരെ നീന്തുന്നതിന് പകരം നമ്മുടെ പ്രപഞ്ചത്തിൻ്റെ ഒഴുക്കിനോട് ചേർന്ന് തന്നെ നമ്മുടെ സോളിൻ്റെ ജേർണിയുടെ കൂടെ തന്നെ നമ്മൾ അതീവ ജോയ്ഫുള്ളായിട്ട് സന്തോഷത്താൽ മുന്നോട്ട് പോവുക. പിന്നെ അതുകൂടാതെ മോഡേൺ മെത്തേഡ്സ് ആയിട്ടുള്ള ക്വാണ്ടം സ്ക്രിപ്റ്റിങ്, തേർഡ് പേഴ്സൺ നരേറ്റീവ് ആൻഡ് ഇൻ ഡീപ്പ് സെൽഫ് റിയലൈസേഷൻ, ഹയർ സെൽഫ് ഡയലോഗ് ആൻഡ് പർപ്പസ് മാപ്പിംഗ്, അതുപോലെ തന്നെ സോൾ ഗൈഡഡ് കമ്മ്യൂണിക്കേഷൻസ്, കോസ്മിക് മാപ്പ് വിഷ്വലൈസേഷൻ, സോൾ സിമ്പിൾ ഇൻ്റഗ്രേഷൻ. പിന്നെ നമ്മുടെ ടാൻട്രിക് ആയിട്ട് തന്ത്ര ആൻഡ് സേക്രഡ് സെക്ഷുവാലിറ്റി, ദൈവികമായ സെക്ഷുവാലിറ്റിയെക്കുറിച്ചും, അപ്പം അതിൻ്റെ പ്രാക്ടീസസും ഷാമനിക് പ്രാക്ടീസസിനെ കുറിച്ചും, ഡ്രീം ഇൻ്റർപ്രിട്ടേഷൻ ആൻഡ് സ്പിരിച്വൽ ലീഡർഷിപ്പ് ആൻഡ് സോൾ ലെഡ് ആന്ത്രപ്രണർഷിപ്പ്. നിങ്ങളൊരു ബിസിനസ്സിലാണെങ്കിലും ആത്മാവ് നയിക്കുന്ന ഒരു ജീവിതം. അതുപോലെ തന്നെ നമുക്ക് ധർമ്മ, കർമ്മ, അതുപോലെ ഉവെയ് പ്രിൻസിപ്പിൾസ്, ഞാൻ നേരത്തെ പറഞ്ഞു ശ്രമരഹിത
പ്രവൃത്തിയിലൂടെ സ്വാഭാവിക സഹജമായ ജീവിതത്തിൽ പ്രവാഹത്തിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. പിന്നെ ആർക്കിടൈപ്പിൽ ബ്രാൻഡിങ്, എനർജി അലൈൻമെൻറ്റ്, യൂണിവേഴ്സൽ ലോ അവെയർനെസ്. അതുപോലെ മറ്റൊന്നാണ് ഈജിപ്ഷ്യൻ ഈ ഹെർമെറ്റിക് പ്രിൻസിപ്പിൾസ്. അപ്പോൾ നമ്മുടെ കർമ്മ പോലെ ധർമ്മ പോലെ ഒരു മാനിഫെസ്റ്റേഷനാണ്, പ്രപഞ്ചത്തിൻ്റെ രഹസ്യ നിയമങ്ങളാണ് ഹെർമെറ്റിക്സ് പറഞ്ഞാൽ. അപ്പോൾ അതിൻ്റെ സിദ്ധാന്തങ്ങൾ, അപ്പോൾ എല്ലാം മനസ്സിൽ നിന്നാണ്. അപ്പോൾ അതിനുള്ള മുകളിൽ പറഞ്ഞതുപോലെ പിന്നെ അതുപോലെ 7 പ്രിൻസിപ്പിൾസ് പറയുന്നുണ്ട്. മനസ്സിൽ നിന്ന് ഇത് വരുന്നു, പിന്നെ അതുപോലെ ലോ ഓഫ് കറസ്പോണ്ടൻസ് ആൻഡ് ലോ ഓഫ് വൈബ്രേഷൻ, ഇതെല്ലാം ഈ ഒരു പ്രിൻസിപ്പിളിൻ്റെ ഭാഗമാണ്. പോളാരിറ്റി, അപ്പം എല്ലാം ഒരു ചാക്രിക രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഋതത്തിലൂടെയാണ് ലോകം സഞ്ചരിക്കുന്നത്. ലോ ഓഫ് കോസ് ആൻഡ് ഇഫക്റ്റ് എല്ലാത്തിനും. അപ്പം പുരുഷ സ്ത്രീ ശക്തി എല്ലായിടത്തും എങ്ങനെയാണ്, ഇങ് യാങ് എങ്ങനെ പ്രവർത്തിക്കുന്നത്, എങ്ങനെ നിലനിൽക്കുന്നത്, ജെൻഡർ. പിന്നെ ഇൻ്റർഫെയ്ത്ത് സ്പിരിച്വാലിറ്റി, പല റിലീജിയൻ്റെ അകത്തോടെ നമ്മൾ പോയിട്ട്. അപ്പോൾ എന്താ വെച്ചാൽ റിലീജിയൻ്റെ ഒക്കെ മുകളിലൂടെ നമ്മൾ ചലിക്കുന്നത്. ഇപ്പോൾ നമ്മൾ താഴെ ഭൂമിയിൽ നിൽക്കുകയാണെങ്കിൽ പ്ലെയിൻ മുകളിലോട്ട് പറന്നു പോകുമ്പോഴത്തേക്ക് നമ്മളെല്ലാം കാണുന്നു എന്ന് പറയുന്നത് പോലെ മനുഷ്യനുണ്ടാക്കിയ റിലീജിയൻ്റെ ഒക്കെ മുകളിലൂടെയുള്ളൊരു സ്പിരിച്വാലിറ്റിയിലേക്ക്, നമ്മൾ ഒരു പെരനിയൽ ഫിലോസഫിയിലേക്ക്, ഒരു ട്രാൻസ്പേഴ്സണൽ ഫിലോസഫിയിലേക്ക്, അതിൻ്റെ ഒരു സ്പിരിച്വൽ അവൈക്കനയിലേക്ക്, നമുക്ക് ഒരു അദ്വൈത സൂഫിസം, മൈൻഡ്ഫുൾനെസ്. അതുപോലെ തന്നെ നമ്മുടെ സോൾമേറ്റ്സുമായിട്ടാണോ നമ്മൾ പോകുന്നത്, നമ്മൾ ട്വിൻ ഫ്ലെയിം ആയിട്ടാണോ, കോസ്മിക് കണക്ഷൻസ് ഉണ്ടോ, ആകാശിക് ഇൻസൈറ്റ് ഉണ്ടോ. അപ്പോൾ ഇതിൻ്റെ എല്ലാം ജ്ഞാനം നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. കോർ പ്രിൻസിപ്പിൾസ് ഓഫ് തൗഹീദ്. തൗഹീദ് എന്ന് പറയുമ്പോൾ ഏകദൈവ സിദ്ധാന്തം എന്നുള്ളതാണ്. തൗഹീദ്, ഇഷ്ക്, പിന്നെ ഫന, അതുപോലെ ബാക്വ, ഇങ്ങനെയുള്ള. അപ്പോൾ ഏകദൈവ സിദ്ധാന്തം പോലെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇഷ്ക് എന്ന് പറയുമ്പോഴത്തേക്ക് ദൈവത്തോട് പരമമായ ഒരാത്മീയ സ്നേഹം ഒക്കെ ഉണ്ടാകുക. അപ്പം ഫന എന്ന് പറയുമ്പം നമ്മൾ ആത്മാവ് ദൈവത്തിൽ മുഴുകി സ്വയം അലിഞ്ഞ് ഇല്ലാതാകുന്ന അവസ്ഥ. ഈ ഭഗ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് അതിനുശേഷവും നമ്മൾ ഒരു ദൈവിക സാന്നിധ്യത്തിൽ നമ്മൾ നിലനിൽക്കുന്ന ലൈഫ് ഇൻ ദ ലൈറ്റ് എന്ന് വേണേൽ പറയാം, ആ ഒരു രീതിയിൽ. അതുപോലെ തന്നെ നമുക്ക് പിന്നീട് പറയുമ്പോഴത്തേക്കും ദിഖർ, സമ, ഇല്ലെങ്കിൽ മുറാബഹ, ഇങ്ങനെയുള്ള സൂഫിസത്തിൻ്റെ ആത്മീയ അഭ്യാസങ്ങൾ, അതിൻ്റെ ചാക്രിക രീതികൾ. അങ്ങനെ ദിഖർ എന്ന് പറയുന്ന ദൈവത്തെ ധ്യാനമധ്യത്തിലൂടെ, നമ്മൾ ധ്യാനത്തിലൂടെ നിരന്തരം സ്മരിക്കലും ചേർന്ന് പോവുക. അതിൻ്റെ സമ എന്ന് പറയുന്ന സംഗീതം, കവിത, ഭക്തിഗാനം എന്നിവയിലൂടെ ദൈവസ്നേഹത്തിൽ ലയിച്ചു ചേരുന്നതാണ്. മുറാഖബ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധ്യാനവും ആത്മബോധവും മുഖേന ദൈവത്തിൽ നമ്മൾ ഗാഢമായി ലയിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിനകത്തുള്ള സൂഫി മാസ്റ്റേഴ്സായിട്ടുള്ള റൂമി, അൽ ഗസാലി, ഇബ്നു അറബി എന്നൊക്കെ പറഞ്ഞ സൂഫി ആചാര്യന്മാരുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ടീച്ചിങ്സൊക്കെ നമ്മൾ ന്യൂട്രൽ എന്ന് പറഞ്ഞാൽ ഒന്നിനോടും ഫെയ്ത്ത് അല്ല, പക്ഷേ ന്യൂട്രാലിറ്റിയോടുകൂടി നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പോൾ നിയോ മിസ്റ്റിക്കൽ ടെക്നോളജീസ്, ന്യൂറോ സ്പിരിച്വൽ ഇൻ്റർഫേസസ്, ക്വാണ്ടം സോൾ ഡൈനാമിക്സ്, ടെമ്പോറൽ ഹീലിംഗ് ആൻഡ് എനർജി മാട്രിക്സ്, ഇതെല്ലാം അതിനകത്ത് വരും. ആൻഡ് ബയോ സ്പിരിച്വൽ ആർക്കിട്രോണിക്സ് ആൻഡ് സെല്ലുലാർ കോൺഷ്യസ്നസ്. അപ്പോൾ നമുക്ക് ഇതിനെ മൊത്തമേ ഒരു മെറ്റാ ഡയമെൻഷണൽ ഹീലിംഗ്, മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെ എല്ലാ ഭാഗത്തെ ഹീൽ ചെയ്ത് സൗഖ്യത്തിലേക്ക്, ഒരു സേക്രഡ് സൈബർനെറ്റിക്സ് എന്നൊക്കെ വേണേൽ പറയാം, ഇല്ലെങ്കിൽ ഒരു എവല്യൂഷണറി കളക്റ്റീവ് പ്രാക്ടീസസ്. അപ്പം കട്ടിങ് എഡ്ജ് റിസർച്ചിൻ്റെ ഫലമായിട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ആ ഒരു കോൺഷ്യസ്നസ്സിനെ റിഫൈൻ ചെയ്യുവാണ്. ഒരു ഫ്രോണ്ടിയർ സയൻസ്, അല്ലെങ്കിൽ ഇതൊരു വളരെ സ്പെഷ്യലൈസ്ഡ് ഒരു ഹയർ ലെവൽ വർക്ക്ഷോപ്പാണ്. അപ്പോൾ നിങ്ങളിതിനകത്ത് വരുന്നതിന് മുമ്പ് മൈൻഡ് മാസ്റ്ററി മസ്റ്റായിട്ടും ഉൾക്കൊണ്ടിട്ട് വേണം വരാനായിട്ട്. ഞങ്ങൾ ചിലപ്പോഴത് ഹിമാലയത്തിൽ വെച്ച് ചെയ്യാറുണ്ട്. ഇപ്രാവശ്യം നമ്മൾ കേരളത്തിൽ തന്നെ ഒരുപാട് റിസോർട്ടുകൾ നോക്കുന്നുണ്ട്. അതിനകത്ത് നമുക്കിതിന് ഏറ്റവും അഭികാമ്യമായ റിസോർട്ടിൽ വെച്ചിട്ടായിരിക്കും നമ്മൾ നടത്തുക. 4 ദിവസത്തെ പ്രോഗ്രാമാണ്. അപ്പോൾ ഈ പ്രോഗ്രാം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 8-10 ദിവസം നമ്മൾ ഓൺലൈനിൽ
സൂമിൽ ക്ലാസ് ഉണ്ട്. ടോപ്പിക്സൊക്കെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്ന് മെറ്റീരിയലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് വേണം. അപ്പോൾ ചേർന്ന് കഴിഞ്ഞാൽ ഉടനെ തന്നെ ക്ലാസ് തുടങ്ങുമായിരിക്കും. അപ്പോൾ നിങ്ങൾ കണ്ടു കഴിഞ്ഞ ആൾക്കാർ ഒന്നും കൂടി ഇത് കാണുക. ഇത് പറഞ്ഞിരിക്കുന്ന പല കാര്യവും നിങ്ങൾക്ക് തന്നെ ChatGPTയിലും അല്ലെങ്കിൽ യൂട്യൂബിലും ഗൂഗിളിലൊക്കെ നിങ്ങൾക്ക് തന്നെ ഒന്ന് പരിശോധിച്ച് നോക്കാം. കാരണം നമ്മളിവിടെ അറിഞ്ഞിട്ടുള്ള ഒരു ട്രഡീഷണൽ റിലീജിയൻ്റെ അപ്പുറത്തേക്ക് ലോകത്തിൽ ഒരുപാട് നോളജുകൾ കടന്നു പോയിട്ടുണ്ട്. സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകൾ, ഞാനും ഒരു സ്പിരിച്വൽ സയൻറ്റിസ്റ്റാണ്, സ്പിരിച്വൽ സയൻറ്റിസ്റ്റുകൾ ഈ മേഖലയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഈ പ്രോഗ്രാം കഴിയുമ്പോൾ നിങ്ങൾ അവിടേക്ക് വരുന്ന ആ ഒരു കോൺഷ്യസ്നസ്സിലല്ല തിരിച്ചു പോകുന്നത്. ടോട്ടലി നിങ്ങളുടെ എല്ലാ ഭയങ്ങളും ആങ്സൈറ്റീസും എല്ലാ തടസ്സങ്ങളും മാറി 1000 മൈൻഡ് മാസ്റ്റർ ചെയ്യുന്നതിന് അപ്പുറത്തേക്ക് നിങ്ങൾ സോൾ ലെവലിലുള്ള അവെയർനെസ്സാണ്. അപ്പോൾ നിങ്ങൾ സോൾ, അതുപോലെ തന്നെ മൈൻഡ് ആൻഡ് ഇമോഷൻസ് ആൻഡ് ബോഡി, ഈ 4 വിധത്തിലും വെൽ കണക്റ്റഡ് ആയിട്ടൊരു റിഫൈൻഡ്, ഒരു എലവേറ്റഡ്, ഒരു എൻലൈറ്റൻഡ് ഹ്യൂമൻ ബീങ് ആകാനുള്ള ബ്ലൂ പ്രിൻറ്റും അതിന് വേണ്ടുന്ന സാങ്കേതിക വിദ്യകളുമാണ്. നമ്മൾ ഒരുപാട് സോൾ മാസ്റ്ററികൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പം നേരത്തെ ഇത് നമ്മൾ അടുപ്പിച്ചെടുക്കുമായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 6-7 വർഷമായിട്ട് നമുക്ക് ചെയ്യാൻ ടൈം കിട്ടിയിട്ടില്ല, കൊറോണയൊക്കെ വന്നതിന് ശേഷം. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നമ്മൾ കേരളത്തിലെ നമുക്ക് ഇതിന് ഏറ്റവും യോജിച്ച റിസോർട്ട് വെച്ച് നടത്തിയതിന് ശേഷം അധികം ദിവസം താമസിയാതെ തന്നെ ഹിമാലയത്തിലേക്കൊരു യാത്രയുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഹിമാലയൻ മിസ്റ്റിസിസം എൻജോയ് ചെയ്യണം എന്നുള്ളവർക്ക് ആ കൂട്ടത്തിൽ ചേരുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് തന്നെ വിളിക്കുക, ഇപ്പം തന്നെ നിങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഇത് ചെയ്യുക. ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് റീസേർച്ചസിനെ കുറിച്ചുള്ളൊരു മറ്റൊരു വീഡിയോ ഞാൻ ഇട്ടേക്കാം. നിങ്ങൾക്ക് അതും കൂടി, അത് ഈ സോൾ ലെവലിലുള്ള മറ്റൊരുപാട് പുറത്തുള്ള യൂണിവേഴ്സിറ്റികൾ നടത്തുന്ന പഠനങ്ങളുണ്ടെന്ന് നിങ്ങൾക്കൊന്ന് സൂചിപ്പിക്കാനും ബോധ്യപ്പെടാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു വലിയ നേട്ടമായിട്ടെടുത്ത് ജീവിതത്തിൽ കിട്ടാവുന്നതിൻ്റെ 10-70 വർഷം അല്ലെങ്കിൽ 80 വർഷം നമ്മൾ ആചരിച്ചുകൊണ്ട് പോരുന്നതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് തന്നെ നമുക്ക് 4 ദിവസം കൊണ്ട് ലോകത്തുള്ള മുഴുവൻ പഠനങ്ങളുടെയും എസൻസ് നിങ്ങളുടെ മനസ്സിലേക്ക് പകർന്നു തരുന്ന ഒരു പ്രോഗ്രാം ആയിരിക്കും ഇത്. ഓൾ ദി ബെസ്റ്റ്. നമുക്ക് ആ പ്രോഗ്രാമിൽ വെച്ച് കാണാം.